റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രീത രാമചന്ദ്രൻ. അപ്പോൾ എന്തായാലും അതായത് ഒരുപാട് പഴയ ഓർമ്മകൾ അല്ലെ, സ്കൂൾ ജീവിതം അല്ലെങ്കിൽ കോളേജിലെ അങ്ങനെ പാട്ടുമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടാവും, ചില സമയത്ത് അതിനുള്ളൊരു അവസരം കിട്ടും. അപ്പം അങ്ങനെ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം എത്ര വർഷം സംഗീതം പഠിച്ചു? സംഗീതം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ സംഗീതം പഠിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നിർത്തി പോകും. അപ്പൊ അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അപ്പളും പഠിച്ചുകൊണ്ടിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ അമ്പലം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെയൊക്കെ പോവുമായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പൊ കുട്ടികൾ കല്യാണം കഴിഞ്ഞു, അവർക്ക് ഓരോ കുട്ടികളായി. അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും എന്നും വിദ്യാർത്ഥിയാണ്. അപ്പൊ ഈ ഫ്രീ ടൈം ഇങ്ങനെ പല പല കാര്യങ്ങളിൽ യൂസ് ചെയ്യാണ്. പക്ഷെ ഒരു ജോലിക്കാരിയും കൂടിയാണ് അല്ലെ, ഒരു ഉദ്യോഗസ്ഥയാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലെ കൊച്ചിൻ FM സ്റ്റേഷനിൽ പ്രോഗ്രാം അനൗൺസർ ലൈവായിട്ട് ചെയ്യുന്നതാണ്. ലൈവായിട്ട് ഏത് തരം പ്രോഗ്രാമാണ്? ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിക്കുക. അതായത് സ്റ്റേഷൻ തുറക്കുമ്പോൾ സിഗ്നേച്ചർ ട്യൂൺ മുതൽ ഒക്കെ നമ്മൾ ശരി. നമുക്ക് എന്തെങ്കിലും ഒരു ചേച്ചി വോയിസ് ഓവർ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മളിപ്പോ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താണ് കേൾക്കുന്നത്? ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം, സുപ്രഭാതം. ശരിയാ, നമ്മൾ കേൾക്കുന്ന ഒരു സ്വരം, ആ സ്വരത്തിന്റെ ഉടമയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ റേഡിയോയിലേക്ക് എത്തിപ്പെട്ടത് അനൗൺസർ ആയിട്ട് തന്നെയാണോ? അത് റേഡിയോ എന്ന് പറയാൻ എനിക്ക് സംഗീതത്തോടുള്ള സ്നേഹം പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പാട്ട് കേൾക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇതിൽ റേഡിയോയിൽ ഇങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ അനൗൺസേഴ്സിനെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. അന്ന് കുട്ടികളൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഓഡീഷൻ അപ്ലൈ ചെയ്തു, കിട്ടി. അപ്പം എന്റെ വിചാരം നന്നായിട്ട് പാട്ട് ആസ്വദിക്കാൻ പറ്റുന്ന. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. അല്ല, പാട്ട് കേൾക്കാം, പക്ഷെ നമ്മൾ ഫുള്ള് പാട്ട് ആസ്വദിച്ചിരുന്ന സമയം കടന്നു പോകും. അടുത്ത പ്രോഗ്രാമിന് ഗോയിങ് ഓവർ കൊടുക്കണം. അപ്പൊ പിന്നെ പക്ഷെ അതൊരു രസമായിരുന്നു. ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ആസ്വദിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഈ റേഡിയോ പാട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? സത്യത്തില് 56 വയസ്സായി. അപ്പൊ ഈ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് കേട്ടിട്ട് എപ്പോഴെങ്കിലും ഇതൊരു ചെറുപ്പക്കാരിയാണെന്ന് വിചാരിച്ച ആരെങ്കിലും എന്തെങ്കിലും റേഡിയോയിലൂടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു റേഡിയോ ശ്രോതാക്കളെ നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മള് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കൊടുക്കുകയാണ്. ഇപ്പം ചലച്ചിത്ര ഗാനങ്ങളാണെങ്കിൽ അവരുടെ സ്ഥലവും പേരും പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കൊടുക്കുകയാണ്. അപ്പം അവര് എന്താ ധരിച്ചിരിക്കില്ല. പക്ഷെ പലപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മള് അത്ര പ്രായമുള്ളവരാന്ന് വിചാരിക്കാറില്ല. ഇനി കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തെ ഹസ്ബൻഡാണ് രാമചന്ദ്രൻ ചേട്ടൻ. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റേഡിയോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശ്രോതാവാണ് ഏറ്റവും വലിയ ബന്ധം, അതാണ്. പ്രീത അമ്മയുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടോ? ഇപ്പോഴും കേൾക്കാറുണ്ട്. ഈ മധുര ശബ്ദത്തെ കുറിച്ച് എന്താണ് ഭർത്താവ് എന്ന രീതി താങ്കൾക്ക് പറയാനുള്ളത്? മധുര ശബ്ദം ശ്രവണസുഖം ആണ്, അതാണ്. പിന്നെ അപ്പൊ വീട്ടില് വഴക്കുണ്ടാക്കുമ്പോൾ ഇത്ര സ്വീറ്റ് വോയിസ് ആയതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇല്ലാതില്ല. പിന്നെ സംഗീതത്തിന്റെ കാര്യം പറഞ്ഞാല് ക്വാളിറ്റിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ വിലയിരുത്തല്. ഇതുപോലുള്ള അമൃത ടിവിയുടെ പരിപാടികളിലൂടെ അതൊരു ചവിട്ടുപടിയായി മാറട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ചേട്ടൻ വർക്ക് ചെയ്യാണോ? ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഏതാണ്ട് 40 കൊല്ലത്തോളം ബാങ്കിൽ വർക്ക് ചെയ്തു. റിട്ടയർ ചെയ്തു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. അതെ.